ഹലോ എവരിവൺ, എൻഎസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ മാസം 31-ാം തീയതി RRBJയുടെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ മാസം 31-നാണ്. നേരത്തെ ഡ്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, നമുക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് വേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സുകൾ, അതേപോലെ നമ്മുടെ ഫോട്ടോ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശം എന്തൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കണം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ അതിൽ പറയുന്ന കറക്റ്റ് സൈസിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. പിന്നീട് നമ്മുടെ സ്കാൻഡ് സിഗ്നേച്ചർ ഉണ്ടാവണം. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് വേണം. പിന്നീട് വേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് SC/ST ആണെങ്കിൽ, OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കൈവശം റെഡിയാക്കി വെച്ചിരിക്കണം. പിന്നീട് ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ PWD സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ, പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ഐഡന്റിറ്റി പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെച്ചിരിക്കണം. ആ തൽക്കാല സമയത്ത് നമ്മളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ഡിലേ വന്നേക്കാം. അപ്പം കറക്റ്റ് ടൈമിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരികയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും സർട്ടിഫിക്കറ്റ് എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് റെഡിയാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരോടാണ് പറയുന്നത്. നേരത്തെ കഴിഞ്ഞ JEE ഒക്കെ അപ്ലൈ ചെയ്തവർക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സർട്ടിഫിക്കറ്റിന് ഇത്ര പീരീഡ്, ചിലപ്പോൾ 6 മാസത്തെ വാലിഡിറ്റി ആയിരിക്കും, ചിലപ്പോൾ 1 ഇയർ വാലിഡിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയത് ഡേറ്റ് അനുസരിച്ച് നിങ്ങളത് നോക്കി നിങ്ങൾക്ക് പുതിയത് വേണമെന്നുണ്ടെങ്കിൽ റീഅപ്ലൈ ചെയ്യുക. അപ്പം ഇതുവരെയും എടുക്കാത്തവർ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും 31-ന് വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ, അതായത് JEEയുടെ നോട്ടിഫിക്കേഷൻ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ എടുത്തു വെക്കാതെ പിന്നീട് എടുക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് വാലിഡ് ആയിരിക്കില്ല. കാരണം നമ്മുടെ JEEയുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കാണ് വാലിഡിറ്റി ഉണ്ടായിരിക്കുക. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റിന് മുമ്പ്, ഇപ്പോൾ നെക്സ്റ്റ് 31-ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പം അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിനായിരിക്കാം വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇത്രയും പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല, പക്ഷേ EWS ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അങ്ങനെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അതൊക്കെ റെഡിയാക്കി വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിനും കറക്റ്റ് ഫോർമാറ്റ് ഉണ്ട്. അപ്പം ലാസ്റ്റ് ഇയറിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് അതിന്റെ ഫോർമാറ്റുകൾ പറയുന്നുണ്ട്. അപ്പം എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ, അവർ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ് ആയാലും, അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആയാലും ആ ഒരു കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞത് ഒരു തഹസിൽദാറിന്റെ സൈനിങ്ങിലും ആയിരിക്കണം നമ്മുടെ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളത് ഉറപ്പുവരുത്തണം. അതെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ആപ്ലിക്കേഷനിൽ ആ സർട്ടിഫിക്കറ്റ് വാലിഡായിട്ട് വരികയുള്ളൂ. നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നത്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിൽ അതൊരു പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്. നമ്മുടെ എൻഎസ് അക്കാഡമിയിൽ നമ്മൾ RRBJയുടെ എല്ലാ ബ്രാഞ്ചസിലേക്കുള്ള കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.